ഹലോ മക്കളെ, പിന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 8ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററിൻ്റെ ലെറ്റസ് എസ് അഥവാ വിലയിരുത്താം. ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെയും മലയാളം മീഡിയത്തിൻ്റെയും ക്വസ്റ്റ്യൻ ആൻസറാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: വാട്ട് ചേഞ്ചസ് ഇൻ ദ അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഒക്കർ ഡ്യൂറിങ് ദ ഫോളോവിങ് സിറ്റുവേഷൻസ്? താഴെ കൊടുത്തിരിക്കുന്ന സിറ്റുവേഷൻസിൽ പാർട്ടിക്കിൾസിൻ്റെ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കുന്ന സമയത്ത് എന്താണ് അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസിൽ സംഭവിക്കുക എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നോക്കൂ, നമ്മൾ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യാണ്, മാറ്റർ ചേഞ്ച് ആവുകയാണ്. ഫോർ എക്സാമ്പിൾ, സോളിഡിൽ നിന്ന് ലിക്വിഡിൽ നിന്ന് ഗ്യാസ്, ദെൻ തിരിച്ചു ആവാമല്ലോ, ഗ്യാസ് നിന്ന് ലിക്വിഡിലേക്ക്, ലിക്വിഡിൽ നിന്ന് സോളിഡിലേക്ക്. ഇത് പല രീതിയിൽ ഈ ക്വസ്റ്റ്യൻസ് എക്സാമിന് കണ്ടുവരാറുണ്ട്. ഇത് ചിലപ്പോൾ ഈ സോളിഡിൻ്റെ സ്ഥാനത്ത് ചിലപ്പോൾ ഐസ് എന്ന് കൊടുക്കാം, ലിക്വിഡിൻ്റെ സ്ഥാനത്ത് വാട്ടർ എന്ന് കൊടുക്കാം, ഗ്യാസിൻ്റെ സ്ഥാനത്ത് വേപ്പർ അല്ലെങ്കിൽ നീരാവി എന്നൊക്കെ കൊടുക്കാം. അപ്പോൾ ആ രീതിയിലും ക്വസ്റ്റ്യൻസ് വരാം. എങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നമ്മൾ ഈ ഒരൊറ്റ കൺസെപ്റ്റിൻ്റെ ബേസിലാണ് ഇത് ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നിന്ന് ഏത് ചോദ്യം വന്നു കഴിഞ്ഞാലും മക്കളെ, നിങ്ങളെ മൈൻഡിലേക്ക് വരേണ്ട ഒറ്റ എക്സാമ്പിളേ ഉള്ളൂ. അത് ഐസ്, ജലം, നീരാവി. ജലം, ഐസ് ജലമായി മാറുന്നു, ജലം നീരാവിയായി മാറുന്നു, നീരാവി തിരിച്ച് ജലമായി മാറുന്നു, ജലം തിരിച്ച് ഐസായി മാറുന്നു. ആ ഒരൊറ്റ കൺസെപ്റ്റിലാണ് ഈ ചോദ്യങ്ങളൊക്കെ ആൻസർ ചെയ്യേണ്ടത് കേട്ടോ. ഒന്നാമത്തെ കേസ്: സോളിഡ് ചേഞ്ചസ് ടു ലിക്വിഡ്. സോളിഡ് ലിക്വിഡായിട്ട് മാറുന്നു. എന്താണ് സംഭവിക്കുക? സോളിഡ് ലിക്വിഡായിട്ട് മാറുകയാണെങ്കിൽ എന്തൊക്കെ സംഭവിക്കും മക്കളെ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾ എന്താവും? ഇൻക്രീസ് ആവും. അപ്പോൾ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ ഓൾസോ ഇൻക്രീസസ്. ഇനി ലിക്വിഡ് ചേഞ്ചസ് ടു ഗ്യാസ് ആണെങ്കിലും അഗെയിൻ സെയിം ആൻസർ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾ വീണ്ടും ഇൻക്രീസ് ആവും. മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ ഈസ് വെരി ഹൈ ആയിട്ട് മാറും. പിന്നെ ഗ്യാസ് ചേഞ്ചസ് ടു ലിക്വിഡ്, തിരിച്ചു വരാണ്. ഗ്യാസ് തിരിച്ച് ലിക്വിഡായിട്ട് മാറുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഗ്യാസിൻ്റെ കമ്പാരിറ്റീവ്ലി ഗ്യാസിൽ നിന്ന് ലിക്വിഡിലേക്ക് മാറുമ്പോൾ എന്താ സംഭവിക്കുക? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾ കുറയാണ് ചെയ്യുക, അല്ലേ? ഗ്യാസിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറയുന്നു. ദെൻ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ ഓൾസോ ഡിക്രീസസ് ആസ് കമ്പയർ ടു ഗ്യാസ്. അതായത് നീരാവിയിൽ നിന്ന് ജലത്തിലേക്ക് മാറുന്ന സമയത്ത് ആ പാർട്ടിക്കിൾസിന് എന്താ സംഭവിക്കുക? കമ്പയർ ടു നീരാവിയിൽ പൊതുവേ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും. പക്ഷേ ലിക്വിഡിലേക്ക് മാറുമ്പോൾ എന്താ സംഭവിക്കുക മക്കളെ? യെസ്, കുറച്ചും കൂടി അടുത്തേക്ക് വരും. അതാണ് ഇവിടെ ആൻസർ ചെയ്തിരിക്കുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾ ഡിക്രീസ് ആവും. പിന്നെ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ ഓൾസോ ഡിക്രീസസ്. ഇനി ഇതിൻ്റെ മലയാളം മീഡിയം ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നൽകിയിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ പദാർത്ഥങ്ങളിലെ കണികാ ക്രമീകരണത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പം നമ്മുടെ മൈൻഡിലേക്ക് വരേണ്ടത് ഐസ്, ജലം, നീരാവി. ഇത് മൂന്ന് വെച്ചിട്ടാണ് നമ്മൾ പറയേണ്ടത് കേട്ടോ. ഐസ് എന്താവാം? ജലമായിട്ട് മാറാം. ഐസിനെ ചൂടാക്കുമ്പോൾ ഐസ് ജലമായിട്ട് മാറും. ജലത്തെ ചൂടാക്കുമ്പോൾ ജലം നീരാവിയായിട്ട് മാറും. നീരാവിയെ നമ്മൾ തണുപ്പിക്കുമ്പോൾ അത് വീണ്ടും തിരിച്ചെന്തായിട്ട് മാറും? ജലമായിട്ട് മാറും. ജലത്തെ തണുപ്പിക്കുമ്പോൾ എന്തായിട്ട് മാറും? ഐസായിട്ട് മാറും. ആ ഒരൊറ്റ എക്സാമ്പിൾ മൈൻഡിലുണ്ടെങ്കിൽ ഈ ചോദ്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഖരം ദ്രാവകമാകുന്നു. എന്താ സംഭവിക്കുക? കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു. അപ്പോൾ ചലന സ്വാതന്ത്ര്യവും കൂടുന്നു. ദ്രാവകം വാതകമാകുമ്പോൾ എന്ത് സംഭവിക്കും? കണികകൾ തമ്മിലുള്ള അകലം വീണ്ടും കൂടുന്നു. ചലന സ്വാതന്ത്ര്യം വളരെ വളരെ കൂടുന്നു. ഇനി വാതകം ദ്രാവകമായിട്ട് മാറുകയാണ്. തിരിച്ചു വരാണ് കേട്ടോ. തിരിച്ചു വരുമ്പോൾ എന്താ സംഭവിക്കുക? കണികകൾ തമ്മിലുള്ള അകലം കുറയുന്നു, ചലന സ്വാതന്ത്ര്യവും കുറയുന്നു. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക മക്കളെ. വിച്ച് ഇസ് ദ മെയിൻ ഫോം ഓഫ് എനർജി ലിബറേറ്റഡ്, അബ്സോർബ്ഡ് ഡ്യൂറിങ് ദ ഗിവൺ റിയാക്ഷൻസ്? റൈറ്റ് ദ ടൈപ്പ് ഓഫ് ഈച്ച് ഓഫ് ദീസ് കെമിക്കൽ റിയാക്ഷൻ. താഴെ 5 കെമിക്കൽ റിയാക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഓരോ കെമിക്കൽ റിയാക്ഷനിലും എനർജി ലിബറേറ്റ് ചെയ്യാണോ അതോ അബ്സോർബ് ചെയ്യാണോ എന്നാണ് ചോദിക്കുന്നത്. അതുപോലെ ആ കെമിക്കൽ റിയാക്ഷൻ്റെ പേരും കൂടി എഴുതാൻ പറയുന്നുണ്ട്. ഒന്നാമത്തെ കേസ്: അമോണിയം ക്ലോറൈഡ് ആൻഡ് ബേരിയം ഹൈഡ്രോക്സൈഡിൻ്റെ റിയാക്ഷൻ. നമുക്കറിയാം, നമ്മളിത് പഠിച്ചത് എവിടെയാണ്? തെർമോ കെമിക്കൽ റിയാക്ഷനിലാണ്. അപ്പോൾ റിയാക്ഷൻ്റെ പേര് തെർമോ കെമിക്കൽ റിയാക്ഷനാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഹീറ്റ് എനർജി ഈസ് അബ്സോർബ്ഡ്. രണ്ടാമത്തെ കേസ്: കോട്ടിംഗ് ആൻ അയൺ ബാങ്കിൾ വിത്ത് കോപ്പർ. അയൺ ബാങ്കിളിന് മുകളിൽ കോപ്പറിനെ നമ്മൾ കോട്ട് ചെയ്യുന്നു. നമ്മൾ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിലാണ് ഇത് പഠിച്ചത്. അവിടെ ഏത് റിയാക്ഷൻ എക്സാമ്പിൾ ആയിരുന്നത്? ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. ഈ റിയാക്ഷനിൽ ഇലക്ട്രിക്കൽ എനർജി എന്താ ചെയ്യുന്നത്? അബ്സോർബ് ആണ് ചെയ്യുന്നത് കേട്ടോ. മൂന്നാമത്തെ കേസ്: ഗ്ലോവിങ് ഓഫ് ഫയർഫ്ലൈ, മിന്നാമിനിങ്ങിൻ്റെ ആ കേസിലാണ് നമ്മൾ പഠിക്കുന്നത്. അവിടെ ബയോലൂമിനസൻസ് എന്നൊക്കെ പറയും. ഇവിടെ എന്താ ആക്ച്വലി നടക്കുന്നത്? ലൈറ്റ് എനർജി പുറത്തേക്ക് വിടുകയല്ലേ. സോ ലൈറ്റ് എനർജി ലിബറേറ്റഡ്. അത് ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ എക്സാമ്പിളാണ്? ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. ഡീകമ്പോസിഷൻ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഇവിടെ നടക്കുന്നത് പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ വിഘടനമാണ്. ഇത് ഇവിടെ നടക്കുന്ന എനർജി അബ്സോർബ് ചെയ്യാനോ ലിബറേറ്റ് ചെയ്യാനോ? ഇവിടെ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തിട്ടാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. സോ ഇറ്റ് ഈസ് എ തെർമോ കെമിക്കൽ റിയാക്ഷൻ. ലാസ്റ്റ് വൺ: ലൈറ്റിംഗ് ആൻ LED യൂസിങ് ലെമൺസ്. ലെമൺസ് ഉപയോഗിച്ചുകൊണ്ട് LED പ്രകാശിപ്പിക്കുന്നു.
ഇത് നമ്മൾ പഠിച്ചത് ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറയുന്ന ടോപ്പിക്കിലാണ്, വൈദ്യുത രാസ സെൽ. അവിടെ എന്താ നടക്കുന്നത്? എനർജി ചേഞ്ച്, ഇലക്ട്രിക്കൽ എനർജി അവിടെ പ്രൊഡ്യൂസ് ചെയ്യാണ്. നാരങ്ങ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി അവിടെ എന്ത് ചെയ്യാണ്? പ്രൊഡ്യൂസ് ചെയ്യാണ്. സോ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന രാസപ്രവർത്തനങ്ങൾ പുറത്തുവിടുന്ന ആഗിരണം ചെയ്യുന്ന പ്രധാന ഊർജ്ജരൂപം ഏതാണ്? ഇവ ഏതുതരം രാസപ്രവർത്തനമാണെന്ന് എഴുതുക. ഒന്നാമത്തെ കേസ്, അമോണിയം ക്ലോറൈഡും ബേരിയം ഹൈഡ്രോക്സൈഡും പ്രവർത്തിക്കുന്നു. മക്കളിവിടെ താപോർജ്ജം ആഗിരണം ചെയ്തിട്ടാണ് ഈ രാസപ്രവർത്തനം നടക്കുന്നത്, അതുകൊണ്ട് ഇത് താപരാസപ്രവർത്തനമാണ്. രണ്ടാമത്, ഇരുമ്പ് വളയിൽ ചെമ്പ് പൂശുന്നു. ഇവിടെ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇത് വൈദ്യുത രാസപ്രവർത്തനത്തിന് ഉദാഹരണമാണ്. ഇത് നമ്മൾ പഠിച്ചത് ഇലക്ട്രോപ്ലേറ്റ്, വൈദ്യുത ലേപനം എന്ന് പറയുന്ന ടോപ്പിക്കിലെ ചോദ്യം കേട്ടോ. മിന്നാമിനിങ് മിന്നുന്നു. ഇത് ബയോലൂമിനസെൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ജൈവദീപ്തി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇവിടെ പ്രകാശോർജ്ജം പുറത്തേക്ക് വിടുകയാണ്, പ്രകാശരാസപ്രവർത്തനത്തിന് ഉദാഹരണമാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിഘടിക്കുന്നു. പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിഘടിച്ചിട്ട് നമ്മൾ ആ ഒരു ചന്ദനത്തിരിയുടെ ഒരു പരീക്ഷണം ഉണ്ടല്ലോ ടെക്സ്റ്റ് ബുക്കിൽ, എന്നിട്ട് അതിൻ്റെ മുകളിൽ ചന്ദനത്തിരി വെക്കുമ്പോൾ ചന്ദനത്തിരി ആളിക്കത്തും. എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. സോ ഇതൊരു താപരാസപ്രവർത്തനത്തിന് ഉദാഹരണമാണ്. ഇവിടെ താപോർജ്ജം ആഗിരണം ചെയ്തിട്ടാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. ചെറുനാരങ്ങ ഉപയോഗിച്ച് LED പ്രകാശിപ്പിക്കുന്നു. ചെറുനാരങ്ങ ഉപയോഗിച്ച് LED പ്രകാശിപ്പിക്കുന്നതാണ്. ഇവിടെ വൈദ്യുതോർജ്ജം ഉൽപ്പാദിപ്പിക്കുകയാണ്. ഇത് ഏതിന് എക്സാമ്പിളാണ്? വൈദ്യുതരാസ പ്രവർത്തനത്തിന് എക്സാമ്പിളാണ്. മൂന്നാമത്തെ ചോദ്യം, ഹീറ്റ് സം ക്രിസ്റ്റൽസ് ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇൻ എ ഡ്രൈ ടെസ്റ്റ് ട്യൂബ്. ബ്രിങ് എ ബേണിംഗ് ഇൻസെൻസ് സ്റ്റിക്ക് നിയർ ദി മൗത്ത് ഓഫ് ദി ടെസ്റ്റ് ട്യൂബ്. ഇനി താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറയുന്നത്. വാട്ട് ഡു യു ഒബ്സർവ്? ഈ സമയത്ത് ഇൻസ്റ്റൻസ് സ്റ്റിക്ക് ബേൺസ് മോർ ബ്രൈറ്റ്ലി. ഫ്ലെയറിംഗ് അപ്പ് ഓഫ് ഇൻസ്റ്റൻസ് സ്റ്റിക്ക് നടക്കും. അതായത് ചന്ദനത്തിരി ഒന്നും കൂടി ആളിക്കത്താണ് ചെയ്യുക കേട്ടോ. എന്തുകൊണ്ടായിരിക്കും? വിച്ച് ഈസ് ദ ഗ്യാസ് പ്രൊഡക്റ്റ് ഫോംഡ്? ഇവിടെ ഉണ്ടാകുന്ന ഗ്യാസ് ഏതാണെന്ന് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസറാണ് മക്കളെ ഓക്സിജൻ. ഓക്സിജനാണ് ഇവിടെ ഉണ്ടാകുന്നത് കേട്ടോ. ഓക്സിജനും കാരണമാണ് അത് ആളിക്കത്താനുള്ള കാരണം. വിച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഈസ് ദിസ്? ഇത് ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ എക്സാമ്പിളാണ്? തെർമോ കെമിക്കൽ റിയാക്ഷൻ. അതിൽ തന്നെ ഏത് ടൈപ്പാണ്? എൻഡോതെർമിക് റിയാക്ഷൻ. ഈർപ്പരഹിതമായ, മലയാളം മീഡിയത്തിൽ മൂന്നാമത്തെ ചോദ്യമാണ്. ഈർപ്പരഹിതമായ ഒരു ടെസ്റ്റ് ട്യൂബിൽ അല്പം പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികളെടുത്ത് ചൂടാക്കുന്നു. ടെസ്റ്റ് ട്യൂബിൻ്റെ വായുഭാഗത്ത് ഒരു എരിയുന്ന ചന്ദനത്തിരി കൊണ്ടുവരുന്നു. എന്താണ് നിരീക്ഷിക്കുന്നത്? ചന്ദനത്തിരി ആളിക്കത്തുന്നു. അതാണ് നിരീക്ഷണം. പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഓക്സിജനാണ്. അതായത് പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ വിഘടനത്തിൽ ഉണ്ടാകുന്ന വാതകം ഓക്സിജനാണ്. ഇത് ഏതുതരം രാസപ്രവർത്തനമാണ് മക്കളെ? താപരാസപ്രവർത്തനം. ഓക്കെ, അതിൽ തന്നെ താപാകിരണ രാസപ്രവർത്തനത്തിന് ഉദാഹരണമാണ് കേട്ടോ. ഇതിൽ നാലാമത്തെ ചോദ്യം, എ വൈറ്റ് ക്ലോത്ത് ഡിപ്ഡ് ഇൻ എ സിൽവർ നൈട്രേറ്റ് ഡാർക്കൻസ് വെൻ ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ സൺലൈറ്റ്. സൺലൈറ്റ് എന്ന് കണ്ടാൽ തന്നെ മനസ്സിലാക്കുക ഇത് ഫോട്ടോ കെമിക്കൽ റിയാക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ സിൽവർ നൈട്രേറ്റ് എന്ന് കണ്ടാലും നിങ്ങളുടെ മൈൻഡിലേക്ക് ആ ഒരു ടോപ്പിക്ക് വരണം. ചോദ്യം ഇതാണ്, വിച്ച് ഫോം ഓഫ് എനർജി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് കെമിക്കൽ ചേഞ്ച്? ഇവിടെ കെമിക്കൽ ചേഞ്ചിന് കാരണമായിട്ടുള്ള എനർജി ഏതാണെന്നാണ് ചോദിക്കുന്നത്. മക്കളെ സൺലൈറ്റ് എന്ന് കണ്ടാൽ തന്നെ അറിയാം എനർജി ഏതായിരിക്കും? ലൈറ്റ് എനർജി. വാട്ട് ഈസ് ദ ജനറൽ നെയിം ഫോർ ദിസ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ? ഈ ടൈപ്പ് ഓഫ് റിയാക്ഷൻ്റെ പൊതുവായിട്ടുള്ള പേരുണ്ടല്ലോ, എന്താണ് റിയാക്ഷൻ്റെ പേര് എന്നാണ് ചോദിക്കുന്നത്. ദ ആൻസർ ഈസ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. മീഡിയത്തിൽ നാലാമത്തെ ചോദ്യം, സിൽവർ നൈട്രേറ്റിൽ മുക്കി വെയിലത്ത് വെച്ച ഒരു വെളുത്ത തുണി കറുത്തു പോകുന്നു. ഏത് ഊർജ്ജരൂപമാണ് ഇവിടെ രാസമാറ്റത്തിന് കാരണമായത്? ഏത് ഊർജ്ജരൂപമായിരിക്കും മക്കളെ? പ്രകാശോർജ്ജം. ഇത്തരം രാസപ്രവർത്തനങ്ങളുടെ പൊതുവായ പേരെന്താണ്? പ്രകാശരാസപ്രവർത്തനം. ഓക്കെ, എന്ന് പറയുന്ന ടോപ്പിക്കിലെ ലാസ്റ്റ് ചോദ്യമാണ്, സോഡിയം മെറ്റൽ റിയാക്ട് വിത്ത് വാട്ടർ ടു ഗീവ് ന്യൂ സബ്സ്റ്റൻസസ്. നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്. സോഡിയവും വാട്ടറും കൂടി റിയാക്ട് ചെയ്താൽ എന്താ സംഭവിക്കുക? അവിടെ ഒരു എക്സ്പ്ലോഷൻ നടക്കുന്നുണ്ടല്ലോ മക്കളെ അല്ലേ. അപ്പോൾ ഈ റിയാക്ഷനിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, വിച്ച് ആർ ദ റിയാക്റ്റൻസ് ഇൻ ദിസ് റിയാക്ഷൻ? ഇവിടെ റിയാക്ട് ചെയ്യുന്നത് ആരൊക്കെയാണെന്ന് ചോദിക്കുന്നത്. ആരൊക്കെ തമ്മിലാണ് റിയാക്ട് ചെയ്യുന്നത്? അവരല്ലേ റിയാക്റ്റൻസ് എന്ന് പറയാം. ആരൊക്കെ തമ്മിൽ റിയാക്ട് ചെയ്യുന്നത്? ആൻസർ സോഡിയവും വാട്ടറും. ഇനി വിച്ച് ആർ ദി പ്രോഡക്ട്സ് ഫോംഡ്? ഇവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണ്? ആൻസർ നമുക്കറിയാം, സോഡിയം ഹൈഡ്രോക്സൈഡും അതുപോലെ ഹൈഡ്രജൻ ഗ്യാസും. ഓക്കെ, അവസാനത്തെ ചോദ്യമാണ്, സോഡിയം എന്ന് പറയുന്ന ലോഹം ജലവുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നു. ഈ പ്രവർത്തനത്തിലെ അഭികാരകങ്ങൾ ഏതൊക്കെയാണ്? അഭികാരകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങളെ പറയുന്ന പേരാണെന്ത്? അഭികാരകങ്ങൾ. അപ്പോൾ ആരൊക്കെ തമ്മിലാണ് പങ്കെടുക്കുന്നത്? സോഡിയവും ജലവും അല്ലേ. അപ്പോൾ അവരായിരിക്കും ഇവിടുത്തെ അഭികാരകങ്ങൾ. ഉൽപ്പന്നങ്ങൾ ആരായിരിക്കും? ഇവർ തമ്മിൽ പ്രവർത്തിച്ചാൽ കിട്ടുന്ന പുതിയ പദാർത്ഥങ്ങളെ പറയുന്ന പേരാണ് ഉൽപ്പന്നങ്ങൾ. ആരൊക്കെ ആയിരിക്കും ഉൽപ്പന്നങ്ങൾ? ഒന്ന് സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിരിക്കും, രണ്ടാമത്തത് ഹൈഡ്രജൻ ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠഭാഗത്തിൻ്റെ വിലയിരുത്താം അഥവാ ലേറ്റസ്റ്റ് SSL ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിൽ ചോദ്യം വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ മക്കളെ ശ്രദ്ധിച്ചോളൂ. ഒന്ന്, രാസമാറ്റം ഭൗതികമാറ്റം.
ഇവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാം. കുറച്ച് രാസപ്രവർത്തനങ്ങൾ തന്നിട്ട് ഇത് കെമിക്കൽ ചേഞ്ച് ആണോ ഫിസിക്കൽ ചേഞ്ച് ആണോ എന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ കുറേ രാസപ്രവർത്തനങ്ങൾ തന്നിട്ട് നമ്മുടെ ലെറ്റസിൽ വിലയിരുത്താനുള്ള ചോദ്യം ഉണ്ടല്ലോ, രണ്ടാമത്തെ ചോദ്യം, ആ ടൈപ്പിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ വൈദ്യുത ലേപനം. വൈദ്യുത ലേപനം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിലൊരു ചിത്രമുണ്ട്. ഏതാണ്? ഇരുമ്പ് വളയുടെ മുകളിൽ കോപ്പർ പൂശുന്നു, അതായത് കോപ്പറിൻ്റെ കോട്ടിങ് ചെയ്യുന്ന ഒരു ചിത്രമുണ്ട്. ആ ചിത്രം നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. അതുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും അതിൻ്റെ ചോദ്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട എല്ലാ ടോപ്പിക്കും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ചിലപ്പോൾ ഈ കോപ്പറിൻ്റെ പകരം നമ്മൾ സിൽവറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്തായിരിക്കും ആ ടോപ്പിക്, വൈദ്യുത ലേപനം എന്ന് പറയുന്ന ടോപ്പിക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒരുപാട് നിർവചനങ്ങളൊക്കെ പഠിക്കാനുണ്ട് നമുക്ക് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട്. എന്താണ് മാസ്, എന്താണ് വോളിയം, എന്താണ് വ്യാപ്തം, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ. പിന്നെ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഇതിൻ്റെ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ അവസ്ഥാമാറ്റം. ആ അവസ്ഥാമാറ്റത്തിൽ നടക്കുന്ന കണികകൾക്ക് സംഭവിക്കുന്ന മാറ്റങ്ങൾ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തിൽ. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ പ്രധാനമായിട്ട് 3 രാസപ്രവർത്തനങ്ങളല്ല, രാസപ്രവർത്തനങ്ങളുടെ പേരുകൾ പഠിക്കണം, അതിൻ്റെ ഓരോന്നിൻ്റെയും ഉദാഹരണങ്ങൾ പഠിക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറയാം രാസപ്രവർത്തനങ്ങളുടെ പേരുകൾ മലയാളം മീഡിയത്തിന് വേണ്ടിയിട്ട്. ആദ്യമായിട്ട് താപരാസപ്രവർത്തനം, അത് 2 ടൈപ്പ് ഉണ്ട്, താപാകിരണ രാസപ്രവർത്തനവും താപമോചക പ്രവർത്തനവും. പിന്നെ അവിടെ കുറേ ഉദാഹരണങ്ങൾ പഠിച്ചിരുന്നു, ആ ഉദാഹരണങ്ങളെ പട്ടിക നോക്കിയിട്ടൊന്ന് പഠിച്ചു വെക്കണം. രണ്ടാമത്തേതായിരുന്നു പ്രകാശ രാസപ്രവർത്തനം. ഇവിടെ 3 എക്സാമ്പിളാണ് പഠിച്ചിരുന്നത്. ആ 3 എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒന്ന് സിൽവർ ക്ലോറൈഡിൻ്റെ വിഘടനമാണ്, രണ്ടാമത്തത് ജൈവദീപ്തിയാണ്, മൂന്നാമത്തത് ഫോട്ടോസിന്തസിസ് പ്രകാശ സംശ്ലേഷണമാണ്. മൂന്നാമത്തെ നമ്മുടെ രാസപ്രവർത്തനത്തിൻ്റെ പേരാണ് വൈദ്യുത രാസപ്രവർത്തനം. വൈദ്യുത രാസപ്രവർത്തനത്തിൻ്റെ നിർവചനം എല്ലാവരും പഠിക്കണം. അതുപോലെ അതിൻ്റെ ഉദാഹരണങ്ങൾ. വൈദ്യുത രാസപ്രവർത്തനത്തിൽ ഞാൻ 4 ഉദാഹരണങ്ങളാണ് പഠിപ്പിച്ചു തന്നിരുന്നത്. 4 ഉദാഹരണങ്ങൾ, ഒന്നാമത്തത് വൈദ്യുത രാസസെല്ലുകളാണ്, രണ്ടാമത്തത് വൈദ്യുത വിശ്ലേഷണമാണ്, മൂന്നാമത്തത് വൈദ്യുത ലേപനമാണ്, നാലാമത്തത് വൈദ്യുത രാസ സെല്ലുകളെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ വൈദ്യുത വിശ്ലേഷണ സെല്ലും വൈദ്യുത രാസസെല്ലുകളും. റെഡിയല്ലേ? ഇനി ഇംഗ്ലീഷ് മീഡിയത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഒന്നാമത്തെ റിയാക്ഷൻ ആയിരുന്നു തെർമോ കെമിക്കൽ റിയാക്ഷൻ. അത് 2 ടൈപ്പ് ഉണ്ട്, എൻഡോതെർമിക്കും എക്സോതെർമിക്കും. രണ്ടാമത്തെ റിയാക്ഷനാണ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. അതിൽ നമുക്ക് കുറേ എക്സാമ്പിൾസ് പഠിക്കാനുണ്ട്, 3 എക്സാമ്പിൾസ് പഠിക്കാനുണ്ട്, അത് പഠിച്ചു വെക്കണം. മൂന്നാമത്തെ റിയാക്ഷൻ ആയിരുന്നു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. 4 എക്സാമ്പിൾസ്: 1 ഇലക്ട്രോലൈറ്റിക് സെൽ, 2 ഇലക്ട്രോ കെമിക്കൽ സെൽ, 3 ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ, 4 ഇലക്ട്രോ പ്ലേറ്റിംഗ്. ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. നമ്മൾ ലെറ്റസിലെ ചോദ്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക. ചെയ്യുകയാണെങ്കിൽ ചാപ്റ്ററിലെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ.